സ്റ്റേജൻ കൂടി ചേർന്നുണ്ട്. ശരണ്യ, കഴിഞ്ഞ 2 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് മോദി കേരളത്തിൽ എത്തുന്നത്. അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ സുരക്ഷ. ഇല്ലെങ്കിൽ സ്ത്രീകളും യുവജനതയും ഭയപ്പെടുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഇവിടെ ഭയപ്പെട്ട് ജീവിക്കുന്നു എന്ന തരത്തിൽ ഇന്നും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അത് ഇന്ത്യ മുഴുവൻ നേരിടുന്ന വലിയ വിഷയമാണ്. എന്താണ് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞത്? ധന്യ, സ്ത്രീകൾക്കായുള്ള വിവിധയിനം പദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു, ഉജ്ജ്വൽ യോജന അടക്കമുള്ള വിവിധയിനം പദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി ഇന്ന് പത്തനംതിട്ടയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അതുമാത്രമല്ല, കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. സർക്കാരിനെ നിശിതമായി വിമർശിച്ചു. ഒപ്പം തന്നെ വിദ്യാലയങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കുറേ മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷമാണ് നരേന്ദ്രമോദി, 1 മണിക്കൂർ വൈകിയാണ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയത്. എന്നിട്ടും ക്ഷമയോടുകൂടി പ്രവർത്തകർ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് വലിയ ജനങ്ങളുടെ പ്രവാഹം, അതായത് 2 ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ, അതായത് BJP പ്രവർത്തകരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ വൈകിട്ടും കനത്ത ചൂടിലും ആവേശമൊട്ടും ചോരാതെ അവർ കാത്തിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് പ്രധാനമന്ത്രി വന്നിറങ്ങിയ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ പ്രമാടത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള വീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയൊക്കെ കർശന നിയന്ത്രണത്തിലാണ്, പോലീസിന്റെയും SPGയുടെയും ഒക്കെ കർശന നിയന്ത്രണത്തിലാണ് ഈ റോഡും പരിസരവും ഒക്കെ. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും അവിടെ പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്തു. 400-ലധികം ഇത്തവണയും നേടും എന്ന് അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് പ്രവർത്തകരെ ആവേശഭരിതരാക്കി. ശരണം വിളിച്ചുകൊണ്ട് ശബരിമലയുടെ മണ്ണിൽ, അതായത് പത്തനംതിട്ടയിൽ ഏറ്റവും അധികം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ വിഷയമായിരുന്ന ശബരിമലയിലെ മണ്ണിൽ ശരണം വിളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു സംവാദം ആരംഭിക്കുന്നത്, ആളുകളുമായുള്ള സംവദിക്കാൻ തുടങ്ങിയത് തന്നെ. ഒപ്പം തന്നെ ഇതിനകത്ത് ഈസ്റ്റർ, റംസാൻ ആശംസകളും നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെ ഇപ്പോൾ നടന്ന പ്രധാന വേദിയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം ഈ പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടുള്ളത്. അദ്ദേഹത്തിന് എനിക്ക് പുറകിൽ കാണാം ഹെലിപ്പാഡാണ്. ഹെലിപ്പാഡിൽ അദ്ദേഹത്തിന് പോകാനുള്ള മറ്റ് കോപ്റ്ററുകളടക്കം തയ്യാറാവുകയാണ്. ഈ വീതി, അതായത് നമ്മളിപ്പോൾ ഉള്ളത് പൂങ്കോവ് കോന്നി റോഡാണ്. ഈ റോഡ് കർശനമായി പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലും ആ സുരക്ഷയിലുമാണ്. ആളുകളെ ഒന്നും കടത്തിവിടാത്ത രീതിയിൽ അത്തരത്തിൽ 2 ഭാഗങ്ങളും പലയിടങ്ങളിലുമൊക്കെ നമ്മൾ ഈ വാഹനം കടന്നുപോയപ്പോൾ പ്രധാനമന്ത്രി അങ്ങ് പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു. അവിടെ കാണാനായി ധാരാളം ആളുകൾ നിന്നിരുന്നു. അവരെ അദ്ദേഹം കൈവീശി കാണിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തിരിച്ച് പത്തനംതിട്ടയിൽ നിന്ന് മടങ്ങുന്നതിനായി എത്തുമെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾ പരിശോധിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ പരിപാടികൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇപ്പോൾ തന്നെ കടന്നു വരുമെന്നാണ് നമുക്ക് കരുതാനാകുന്നത്. എന്തായാലും അത്തരമൊരു സുരക്ഷയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ മറ്റ് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനം ഈ ഏതാനും മിനിറ്റുകൾക്കകം കടന്നു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ, അത് കൊച്ചിയിൽ നടന്ന ശക്തി കേന്ദ്ര അടക്കമുള്ള, മറൈൻ ഡ്രൈവിൽ നടന്ന ശക്തി കേന്ദ്ര അടക്കമുള്ള പരിപാടികൾ അത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു സംഘടനാ സംവിധാനത്തെ കൂടുതൽ ബലപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായി ഒരു തയ്യാറെടുപ്പ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ കൊച്ചിയിൽ മാത്രമാണ് അത്തരത്തിലൊരു ബ്ലോക്ക് ലെവൽ പ്രവർത്തകരിലേക്കൊക്കെ എത്തി അവരെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് പ്രധാനമന്ത്രി തന്നെ എത്തുന്നു എന്നുള്ളതാണ്. അന്ന് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മോദി എത്തിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷയുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റുകയാണ്. ശരണ്യ, തിരിച്ചു വരാം. അല്പസമയത്തിനകം തന്നെ കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദി യാത്രയാകും. മോദി പത്തനംതിട്ടയിൽ പൊതു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് പോലും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം കേരളത്തിലുള്ള പ്രതീക്ഷയാണ് 2 അക്ക സംഖ്യ എന്നുള്ളത് തിരുവനന്തപുരത്തിന് ശേഷം പത്തനംതിട്ടയിലും മോദി ആവർത്തിക്കുന്നു. അനിൽ കെ ആന്റണിയും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെട്ട സ്ഥാനാർത്ഥികളെ വേദിയിൽ നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ
പ്രസംഗം. കൂടാതെ ഈ അടുത്ത സമയത്ത് ബി.ജെ.പിയിലേക്ക് എത്തിയ, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ നിരവധി പേർ വേദിയിലുണ്ടായിരുന്നു. അവിടെയെല്ലാം മോദി ആവർത്തിക്കുന്നത് ഇതുതന്നെയാണ്. ഇത്തവണ കേരളത്തിൽ താമര വിരിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മോദി പത്തനംതിട്ടയിലുമുള്ളത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.